بسم الله الرحمن الرحيم. قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1486 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 39 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. ويوم يحشرهم جميعا ثم يقول للملائكة يا هؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 39 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയും മിനിയാന്നൊക്കെയായിട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ തുടർച്ചയായിട്ട് തന്നെ ആശയപരമായിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലും അടങ്ങിയിട്ടുള്ളത്. മക്കയിലെ സത്യനിഷേധികളോട് അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ദർശനം അതിന്റെ യുക്തിതലത്തിൽ ബോധ്യപ്പെടുത്തുന്ന തരം ആശയങ്ങളാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു ഒരു നാട്ടിലേക്കും ഒരു ഗ്രാമത്തിലേക്കും അല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്കും ഒരു ദൂതനെയും നിയോഗിച്ചയക്കുകയുണ്ടായില്ല. അവിടുത്തെ സുഖലോലുപന്മാരായ മുത്തറഫുകളായ ആളുകൾ അവരെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന വിധത്തിലായിട്ടല്ലാതെ എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എല്ലാ നാടുകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു
പല കാലങ്ങളിലായിട്ട് ദൈവിക ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തോട് ഒന്നാകെയായിട്ട് ദൈവിക സന്ദേശം അവർക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ആയത്തുകളുടെ അവതരണത്തിന്റെ ഒരു പശ്ചാത്തലം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിലകൊണ്ട ആളുകളെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ നിലപാട് പുതുമയുള്ള ഒരു സംഗതിയൊന്നുമല്ല. നേരത്തെ അള്ളാഹു വിവിധ ഖറിയകളിലേക്കായിട്ട് നിയോഗിച്ചയച്ചിരുന്ന പ്രവാചകന്മാരൊക്കെയും തന്നെ അവിടുത്തെ ആ പ്രദേശങ്ങളിലെ മുത്രഫുകളാൽ തിരസ്കരിക്കപ്പെടുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുമ്പ് എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. സുഖലോലുപതയിൽ കഴിയുന്ന, ജീവിത ലഹരിയിലും ആനന്ദത്തിലുമായിട്ട് കഴിയുന്ന ഏത് സമൂഹത്തിലെയും വരേണ്യവർഗം പ്രവാചകന്മാരോട് സ്വീകരിക്കുകയുണ്ടായ നിലപാട് ഒന്നു തന്നെയായിരുന്നു എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അവരുടെ മനസ്സിലിരിപ്പ് തങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ ആൾബലവും ഒക്കെ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. തങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ഈ വിധത്തില് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകന്മാര് താക്കീത് നൽകുന്ന ഈ ദൈവിക നടപടിയും ശിക്ഷയും പോലെയുള്ള സംഗതികളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഞങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇയാൾ പറയുന്നത് പോലെ ഒരു പാരത്രിക ജീവിതം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ദൈവിക ശിക്ഷയോ നടപടികളോ ഒന്നും ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്ന വാദഗതിയാണ് അവര് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ പോലും അവരതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു ദൈവിക നിലപാട് ഉണ്ടാകുക എന്നത് സാധ്യമാണോ എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള വിചിന്തനത്തിനും അവര് സന്നദ്ധരാവുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഒരു കാര്യത്തെ ഊന്നിക്കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലെ ആശയങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുക. നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ അർത്ഥതലം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ടുള്ള നിർദ്ദേശമാണ്. പ്രവാചകരെ, താങ്കള് അവരോടായിട്ട് പറയുക, താങ്കളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ദൂതനായിട്ട് താങ്കളെ അംഗീകരിക്കാതിരിക്കുന്ന ഈ മുത്രഫുകളായ ആളുകളോട്, മുഖ്യമായിട്ടും അവരോട് ഈ കാര്യം പറയുക. ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, എന്റെ റബ്ബിന് ഒരു നയമുണ്ട്, ഒരു നിലപാടുണ്ട്. വിഭവങ്ങൾ നൽകുന്ന കാര്യത്തിലുള്ളത് അവൻ കൃത്യമായിട്ട് ഒരു നിലപാട് പിന്തുടർന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇന്ന റബ്ബി, നിശ്ചയമായിട്ടും എന്റെ നാഥൻ, യബ്സുത്തു റിസ്ഖ, വിഭവങ്ങളെ ഉദാരമായിട്ട് കയ്യയച്ചു നൽകുന്നു. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. മിൻ ഇബാദിഹി, തന്റെ അടിമകളുടെ കൂട്ടത്തില്, തന്റെ ദാസന്മാരുടെ കൂട്ടത്തില് താൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ഉദാരമായിട്ട് കയ്യയച്ച് വിശാലമായ വിധത്തില് നൽകുന്നു. വയഖ്ദിറു ലഹു, അതുപോലെ തന്നെ അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ വളരെ പരിമിതമായി നിയന്ത്രിച്ച് മാത്രം നൽകുന്നു. ഇത് എന്റെ റബ്ബിന്റെ വിഭവങ്ങൾ നൽകുന്ന കാര്യത്തിലുള്ള ഒരു നിലപാടാണ്. അവന്റെ അക്കാര്യത്തിൽ അവൻ പിന്തുടരുന്ന ഒരു പോളിസിയാണ്. ഇതാണ് അവരെ കേൾപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അവരോട് പറയുക, എന്റെ റബ്ബ് അവൻ ഇച്ഛിക്കുന്നവർക്ക് വളരെ കൂടുതലായി ധാരാളമായി ഉദാരമായിട്ട് വിഭവങ്ങൾ നൽകുന്നു. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ നിയന്ത്രിച്ചും നൽകുന്നു. വമാ അൻഫഖ്തും ബിഹി മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. തുടർന്ന് പറയുന്നത് വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു എന്നാണ്. നിങ്ങൾ അതിൽ നിന്ന് എന്ത് തന്നെ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു നിങ്ങൾക്കായി നൽകിയിട്ടുള്ള ഈ ജീവിത വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ വല്ലതും ചെലവഴിക്കുന്നുവെങ്കിൽ ഫഹുവ യുഖ്ലിഫുഹു, അതിനെ തുടർന്ന് അവൻ അതിനായി പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ഫഹുവ യുഖ്ലിഫുഹു എന്നാണ്. യുഖ്ലിഫു എന്ന് പറഞ്ഞാൽ പിന്തുടർന്ന് വരിക, പിന്തുടർന്ന് ചെയ്യുക, അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ ഒരു നടപടി ഉണ്ടാവുക എന്നാണ് ആ പദം നൽകുന്ന സൂചന. ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഈ ആളുകൾക്ക് നൽകുന്ന വിഭവങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുവെങ്കിൽ അതിനെ തുടർന്ന് അവർക്ക് അവൻ പ്രതിഫലം നൽകുകയും ചെയ്യും. അത് ആരും വെറുതെ ആയി നഷ്ടമായി എന്നൊന്നും കരുതേണ്ടതില്ല. വഹുവ ഖൈറുർ റാസിഖീൻ, ഏറ്റവും ഉത്തമനായ വിഭവ ദാതാവാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് ഏറ്റവും നല്ല റാസിഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ വിഭവങ്ങൾ നൽകുന്നവൻ, ഏറ്റവും ഉദാരത കാണിച്ചുകൊണ്ട് വിഭവങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മശീഅത്താണ് ഈ വിഭവങ്ങൾ നൽകുന്നതിന്റെ ഒരു അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ റിളയല്ല. ഈ ആളുകൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അള്ളാഹു അവരിൽ സംപ്രീതനായതുകൊണ്ടാണ്, തൃപ്തിപ്പെട്ടവനായതുകൊണ്ടാണ് അവർക്ക് ധാരാളമായി വിഭവങ്ങളും സന്താനങ്ങളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നത്. അത് നൽകുന്ന സൂചന അള്ളാഹു അവരുടെ കാര്യത്തിൽ പൂർണ്ണമായും തൃപ്തനാണ് എന്നതാണ്, എന്ന വിധത്തിലാണ് അവർ അതിനെ കാണുന്നത്. എന്നാൽ അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന അങ്ങനെയല്ല. അള്ളാഹു അവന്റെ മശീഅത്ത്, അവന്റെ ഇച്ഛ, അവന്റെ ഒരു ഉദ്ദേശം പ്രകാരം ചിലർക്ക് കൂടുതലായിട്ട് നൽകുന്നു, ചിലർക്ക് പരിമിതമായിട്ട് മാത്രം നൽകുന്നു. ഈ കൂടുതലായി നൽകുന്നതിനും പരിമിതമായി നൽകുന്നതിനും ഒക്കെ അള്ളാഹുവിന് അവന്റേതായ ചില യുക്തിയും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അള്ളാഹു വെളിപ്പെടുത്തണമെന്നില്ല. ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും. സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് വിഭവങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ ആരും ആരെയും ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. പരസ്പരം ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ഒരു സാമൂഹ്യ വ്യവസ്ഥ, അതുപോലെ ഒരു സാമ്പത്തിക ക്രമം ഒക്കെ നിലവിൽ വരിക. എല്ലാവരും എല്ലാ കാര്യത്തിലും നിരാശ്രയരായിട്ടാണ് ഉള്ളതെങ്കിൽ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത സ്വാശ്രയത്വമുള്ളവരായിട്ടാണ് ഉള്ളതെങ്കിൽ പിന്നെ അവിടെ ഒരു സാമൂഹ്യ ക്രമമോ ഒരു സമ്പദ് വ്യവസ്ഥയോ ഒന്നും നിലവിൽ വരില്ല. കൃഷി ചെയ്യുന്നവൻ വീട് നിർമ്മിക്കുന്നവനെ ആശ്രയിക്കേണ്ടി വരില്ല, വീട് നിർമ്മിക്കുന്നവൻ കർഷകനെ ആശ്രയിക്കേണ്ടി വരില്ല. അതുപോലെ വ്യത്യസ്തങ്ങളായ കഴിവുകളും സാധ്യതകളും നൽകപ്പെട്ട ആളുകള് അവരുടെ കഴിവുകളും സാധ്യതകളും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ, അതിലൂടെ ഒരു ഉപജീവനം കണ്ടെത്താൻ ഒന്നും ശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു ചിലരെ സമ്പന്നരും ചിലരെ ദരിദ്രരും, ചിലരെ ദൈക്ഷണികമായ കഴിവുകളുള്ളവരും വേറെ ചിലരെ സർഗാത്മകമായ കഴിവുകളുള്ളവരും മറ്റു ചിലരെ അധ്വാനിക്കാൻ ശേഷിയുള്ളവരും ഒക്കെ ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു സംവിധാനിച്ചതില് വളരെ വലിയ ഹിക്മത്തുണ്ട് എന്നത് നമുക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടും. അള്ളാഹു അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഒരു സംരംഭകൻ
ലോകതലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന വിധത്തില് വലിയൊരു ബിസിനസ് നെറ്റ്വർക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം നേടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവുന്നുവെങ്കിൽ അത് സാധ്യമായത് ആ ഒരു സംരംഭകൻ അത്രയും പണം അതിൽ ആ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ വലിയ ഒരു സംരംഭങ്ങളുടെ നെറ്റ്വർക്ക് ആക്കി വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യത നൽകപ്പെട്ടിരുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും തുല്യമായിട്ടാണ് വിഭവങ്ങൾ വിഭജിക്കപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായി വരില്ല. നമ്മളുടെ സഹകരണ സംഘങ്ങൾ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെ പോലെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ അതുപോലും ഒരു വലിയ പദ്ധതികള് നിർവഹിക്കുന്ന വിധത്തിലൊന്നുള്ള വളർച്ച നേടില്ല. വലിയ പരിമിതി അതിന് ഏതായാലും ഉണ്ടാവും. എല്ലാവർക്കും അള്ളാഹു സംരംഭകത്വം എന്ന കഴിവ് ഒരുപോലെ അല്ലല്ലോ നൽകിയിട്ടുള്ളത്. സംരംഭകത്വം വളരെ കൂടുതലുള്ള വലിയ പദ്ധതികള് എൻവിഷൻ ചെയ്യാൻ സാധിക്കുകയും അത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിനു വേണ്ട വിഭവങ്ങൾ കൂടി ലഭ്യമാവുമ്പോഴാണ് അത് നടപ്പിലാക്കാൻ സാധിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ധനവിതരണത്തിനും വിഭവങ്ങളുടെ വിതരണത്തിനും ഒക്കെ അള്ളാഹുവിൻ്റെതായ ചില ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടാവും. നമുക്കത് അതിനെക്കുറിച്ച് വിലയിരുത്തി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിന്റെ നയം എല്ലാവർക്കും ഒരുപോലെ തുല്യമായി ഭൗതിക ലോകത്ത് വിഭവങ്ങൾ നൽകുക എന്നതല്ല. അവൻ ചിലർക്ക് വിഭവങ്ങൾ വളരെ കൂടുതൽ അങ്ങ് നൽകുന്നു, വേറെ ചിലർക്ക് വളരെ പരിമിതമായിട്ട് മാത്രം നൽകുന്നു. ആ വിധത്തില് അവന്റെ ഒരു ക്രമീകരണം ഇക്കാര്യത്തില് ഉള്ളതിന് എന്താണ് ന്യായം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവന്റെ ഹിക്മത്തില് അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നതിന് ചില ന്യായങ്ങൾ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. ചിലരെ അള്ളാഹു വളരെ സുന്ദരന്മാരായിട്ടും സുന്ദരിമാരായിട്ടും ഒക്കെ ജനിപ്പിക്കുന്നു. വേറെ ചിലർക്ക് അത്രത്തോളം ആകർഷണീയത ഇല്ലാതെയാണ് അവര് ജനിക്കുന്നതും ഭൂമുഖത്ത് വരുന്നതും ഒക്കെ. ചിലര് വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ നിലക്കും ആകാര സൗഷ്ഠവമുള്ള എല്ലാ അവയവങ്ങളും ഒക്കെ തികവും പൂർണ്ണതയൊക്കെ ഉള്ളവരായിട്ട് കാണാം. വേറെ ചിലര് അങ്ങനെയല്ല, വൈകല്യങ്ങളൊക്കെ ഉള്ളവരായിട്ടൊക്കെ ആയിരിക്കും. അപ്പോ ഇത് അള്ളാഹുവിന്റെ ഒരു ഇച്ഛയാണ്. അതില് മുഖ്യമായിട്ടും ഈ സൗഭാഗ്യങ്ങൾ നൽകപ്പെട്ട ആളുകളെ അള്ളാഹു വളരെയേറെ തൃപ്തിപ്പെട്ടു. നൽകപ്പെടാത്തവര് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയാത്തവരാണ് എന്ന നിലക്ക് ആരെങ്കിലും മനസ്സിലാക്കുന്നുവെങ്കിൽ അത് ഒരു പരമാബദ്ധമാണ് എന്നാണ് അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു ഔദാര്യങ്ങൾ നൽകുന്നതും വിഭവങ്ങൾ നൽകുന്നതൊന്നും ബന്ധപ്പെട്ട ആളുകൾക്ക് അള്ളാഹു വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ടോ മറ്റുള്ളവര് അവൻ ഇഷ്ടമില്ലാത്തവരായതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെയുള്ളത്. അത് അടിസ്ഥാനപരമായി അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോ വിനയമുള്ളവരായിക്കൊണ്ട് അവനോട് നന്ദി കാണിക്കുന്ന കൃതജ്ഞതയുള്ളവരായി മാറുന്നത്? ആരാണ് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ സഹനം അവലംബിക്കുകയും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായി മാറിയത് എന്നതൊക്കെ അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആക്ഷേപത്ത് നിശ്ചയിക്കപ്പെടുന്നതും. അപ്പോ മക്കയിലെ ഈ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും നാട്ടിലെ പ്രമാണിമാരാണ്, വരേണ്യവർഗമാണ്, സമ്പന്നരാണ്, ആൾബലമുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ഒക്കെയാണ് എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദൂതന്റെ സന്ദേശം വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ ഞങ്ങൾ ഇപ്പോൾ തന്നെ വളരെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്, ഞങ്ങളെ അള്ളാഹുവിന് വലിയ തൃപ്തിയാണ്, അതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളൊന്നുമായി മാറാൻ പോകുന്നില്ല എന്ന വിധത്തിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. അവരോടാണ് അള്ളാഹു ഇക്കാര്യത്തിൽ പിന്തുടരുന്ന നയം എന്താണ് എന്നത് ഇവിടെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്.
ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദി. തന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ വളരെ കയ്യയച്ച് വിശാല മനസ്കതയോടുകൂടി ധാരാളമായി വിഭവങ്ങൾ നൽകുന്നു. വയഖ്ദിറു ലഹു, അതുപോലെ അവൻ വേറെ ചിലർക്ക് അത് നിയന്ത്രിച്ചും പരിമിതമാക്കിയും നൽകുന്നു. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. അതിനിടക്ക് അല്ലാഹു ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്, ഒരു വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അത് അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആരാണോ ചെലവഴിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്നാണ് ഇടക്ക് പറഞ്ഞു വെക്കുന്നത്. അത് ആ ആശയം കൂടുതലായിട്ട് ഇവിടെ വികസിപ്പിക്കപ്പെടുന്നില്ല. അള്ളാഹു വിഭവങ്ങൾ നൽകുന്നത് അത് ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം അവരുടെ മേൽ വന്നു ചേരുന്നുണ്ട് എന്നൊരു കാര്യം അള്ളാഹു അതിനിടക്കൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ അതിൽ നിന്ന് ചെലവഴിക്കുന്ന എന്തുമാവട്ടെ അത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, ചെലവഴിക്കാൻ വേണ്ടിയാണ്, കയ്യിൽ എങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിയല്ലല്ലോ. ശരിയായ സംഗതികൾക്ക് വേണ്ടി ശരിയായ വിധത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം ഏറ്റുവാങ്ങുന്നതുമാണ് എന്നാണ് ഇടക്ക് അള്ളാഹു പറയുന്നത്. വഹുവ ഖൈറു റാസിഖീൻ, അവനാണ് ഏറ്റവും ഉത്തമവനായ വിഭവദാതാവ്. വിഭവങ്ങള് റിസ്ഖ് ഏറ്റവും നന്നായി, അന്നദാതാവ് എന്നും പറയുവാണെങ്കിൽ അത് റിസ്ഖ് അടിസ്ഥാനപരമായിട്ട് അന്നമാണ്, ഭക്ഷണമാണ്. അപ്പോ അന്നദാതാവ് എന്നും പറയാം. ഏറ്റവും ഉത്തമനായ അന്നദാതാവ് അല്ലെങ്കിൽ വിഭവദാതാവ് അള്ളാഹുവാണ് എന്നാണ് തുറന്നു പറയുന്നത്. എന്നിട്ട് നോക്കുക, വയൗമ യഹ്ശുറുഹും ജമീഅ, ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാളുണ്ടല്ലോ, ആ നാളിൽ സുമ്മ യഖൂലു ലിൽ മലായിക, എല്ലാവരെയും മനുഷ്യരെ ഒന്നാകെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിന്റെ നാളിൽ, ഇവിടെ യഹ്ശുറു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുക എന്ന ക്രിയാരൂപമാണത്. അതിന്റെ നാമരൂപമാണ് മഹ്ശർ, ഒരുമിച്ച് കൂട്ടുന്ന ആ നാള് അല്ലെങ്കിൽ സന്ദർഭം, സ്ഥലം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വയൗമ യഹ്ശുറുഹും ജമീഅ, ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാൾ, മഹ്ശറിന്റെ നാൾ. സുമ്മ യഖൂലു ലിൽ മലായിക, അന്ന് അവൻ മലക്കുകളോടായിട്ട് ചോദിക്കും. അള്ളാഹു ആണല്ലോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. അള്ളാഹു ആ ഘട്ടത്തില് മലായിക്കത്തിനോടായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അഹഉലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ, ഈ ആളുകൾ നിങ്ങളെയായിരുന്നോ ഇബാദത്ത് ചെയ്തിരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കും അള്ളാഹു മലക്കുകളോടായിട്ട്. അള്ളാഹുവിന്റെ മാലാകന്മാര് പല സമൂഹങ്ങളിലും ദിവ്യത്വമുള്ളവരായിട്ട് ആരാധിക്കപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. ദൈവിക മതത്തിൽ നിന്ന് അകന്നു പോകുന്ന സമൂഹങ്ങള് പല സംസ്കൃതികളിലും കാണിക്കുന്ന ഒരു വൈകൃതമാണ് ദൈവത്തിന്റെ, പടച്ച തമ്പുരാന്റെ മാലാഖമാരെ ദൈവങ്ങളായി അല്ലെങ്കിൽ ദേവതകളായി, ദേവന്മാരായി പൂജിക്കുക, ആരാധിക്കുക, അവരുടെ സഹായവും പിന്തുണയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുക, അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു രൂപം നമ്മുടെ നാട്ടിലും കാണാൻ കഴിയും. ബഹുദൈവത്വത്തിന്റെ എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാടാണല്ലോ നമ്മളുടെ. ഇവിടെ ദൈവത്തിന്റെ മാലാഖമാരിൽ പലരും ദേവന്മാരും ദേവിമാരുമായി ആരാധിക്കപ്പെടുന്നു എന്നതിന്റെ ചില തെളിവുകളാണ് നമുക്ക് പല വിധത്തിലുള്ള ദേവന്മാരും ദേവിമാരും ദേവതകളും ഒക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ചിത്രം നമ്മുടെ നാട്ടിലെ സംസ്കൃതിയിൽ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. വൃഷ്ടിദേവി, അതുപോലെ വായുദേവൻ, ഐശ്വര്യത്തിന്റെ ദേവത, അതുപോലെ വിജ്ഞാനത്തിന്റെ ദേവത, സംഹാരദേവൻ,
മൃത്യുദേവൻ, മരണത്തിന്റെ ദേവൻ, അങ്ങനെ ഓരോ സംഗതികൾക്കായിട്ട് അള്ളാഹു പല ചുമതലകളും മലക്കുകളെ ഏൽപ്പിച്ചതായിട്ട് വിശുദ്ധ ഖുർആന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ മലക്കുകൾ ഒരിക്കലും തന്നെ ദൈവമല്ല, ദിവ്യത്വമുള്ളവരല്ല. അവര് അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായ സൃഷ്ടികൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ സംസ്കൃതിയില് ഇവരൊക്കെയും തന്നെ ദേവന്മാരും ദേവതകളും ഒക്കെ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നതും ആ വിധത്തില് അവർ ആരാധിക്കപ്പെടുകയും ചെയ്യുക. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകളെ ആ വിധത്തിൽ അവരെ ദിവ്യത്വത്തില് പങ്കാളികളായി കണ്ടുകൊണ്ട് അവരെ പൂജിക്കുകയും അവരെ ആരാധിക്കുകയും അവരോട് സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം പ്രത്യേകിച്ച് ഈ ബഹുദൈവാരാധകരായ വിഗ്രഹാരാധകരൊക്കെയായ ആളുകളുള്ള സമൂഹങ്ങളില് വളരെ വ്യാപകമായിട്ട് പല ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിടെ പറയുന്നത് മഹ്ശറിന്റെ നാളിൽ, മനുഷ്യരെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ അള്ളാഹു മലക്കുകളോടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ആഹാ ഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, ഇവര്, ഈ കൂട്ടർ, ഈ മനുഷ്യര് നിങ്ങളെ ആയിരുന്നോ ആരാധിച്ചിരുന്നത്? നിങ്ങൾക്കായിരുന്നോ ഇബാദത്ത് ചെയ്തിരുന്നത്? അപ്പൊ മലക്കുകളുടെ മറുപടി ഇതാണ്. ഖാലൂ, അവര് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം. എന്താപ്പോ സുബ്ഹാനക, നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്, നീ അവരല്ല, നീയാണ് ഞങ്ങളുടെ വലിയായിരുന്നത്, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, ഇവരോടൊന്നും ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് മലക്കുകള് അള്ളാഹുവിനോടായിട്ട് പറയുന്നത്. സുബ്ഹാനക്, നിന്നോടൊപ്പം പങ്കുചേരുന്ന വിധത്തിൽ ആരെങ്കിലും പരാമർശിക്കപ്പെടുക എന്ന കളങ്കമൊന്നും ഉള്ളവനല്ല നീ. നീ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനാണ്, അതുപോലെ പവിത്രതയുള്ളവനാണ്, സമ്പൂർണനാണ്. നിന്നോടൊപ്പം ചേർന്നിരുന്ന് വേറെ ആരെങ്കിലും ദിവ്യത്വമുള്ളവനായിട്ടൊന്നും സങ്കല്പിക്കുക പോലും സാധ്യമല്ല. ഇതാണ് സുബ്ഹാനക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നീ പരിശുദ്ധനാണ് എന്ന് പറയുമ്പോ നിന്റെ ആ നിസ്തുലതയില് പങ്കാളിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടാകുന്നതോടുകൂടി നിന്റെ പരിശുദ്ധിയെ അത് ബാധിക്കുകയാണല്ലോ. അങ്ങനെ യാതൊന്നുമില്ല, നീയാണ് പരിശുദ്ധൻ, നീയാണെല്ലാം തികഞ്ഞവൻ. അതാണ് വസ്തുത. നീയാണ് ഞങ്ങളുടെ സംരക്ഷകനായിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന ആളുകളിലൊന്നും അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇടപാടും ഉണ്ടായിരുന്നില്ല എന്നാണ് മലക്കുകൾ ആ ഘട്ടത്തില് അള്ളാഹുവിനോട് പറയുന്നത്. സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, ഇവരൊന്നുമല്ല, ഇവരൊക്കെ വിട്, ഇവരൊന്നുമല്ല, നീ മാത്രമായിരുന്നു ഞങ്ങളുടെ വലിയ, ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇടപാടും ഉണ്ടായിരുന്നേ ഇല്ല എന്ന വിധത്തിൽ അവരെ പൂർണ്ണമായി കൈയൊഴിഞ്ഞുകൊണ്ടാണ് മലക്കുകൾ ആ ഘട്ടത്തില് സംസാരിക്കുക. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ, മാത്രമല്ല തുടർന്ന് അവർ പറയുന്നത് അവര് ജിന്നുകളെയായിരുന്നു ഇബാദത്ത് ചെയ്തിരുന്നത്. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ, ആരാണ് ഈ ജിന്നുകള്? ജിന്നുകളുടെ കൂട്ടത്തില് ശയാത്തീന്മാരുണ്ട്, പിശാചുക്കള് എന്ന വിധത്തിൽ വിവരിക്കപ്പെടുന്ന ധിക്കാരികളായ അള്ളാഹുവിന് വഴിപ്പെടാത്ത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലുള്ള പോലെ തന്നെ ശയാത്തീന്മാര് ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. ഇവര് അവരുമായിട്ടായിരുന്നു ബന്ധമുണ്ടാക്കിയിരുന്നത്, അവരെ ആയിരുന്നു ആരാധിച്ചിരുന്നത്. ഞങ്ങള് ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നവരല്ല, നിന്നെ സുബ്ഹാനായിട്ടും വലിയായിട്ടും കണ്ടിരുന്നവരാണ് ഞങ്ങള്. നീയാണ് എല്ലാം തികഞ്ഞ പരിശുദ്ധനായവൻ, നീയാണ് ഞങ്ങളുടെ രക്ഷകനായ വലിയ. ആ നിലക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. ഒരിക്കലും തന്നെ ഞങ്ങളെ ആരാധിക്കുക എന്നൊരു സംഗതി ഞങ്ങൾ ആരോടും പറയാത്തതോ ആരെയും പ്രേരിപ്പിക്കാത്തതോ ആയ ഒരു കാര്യമാണ്. ഒരിക്കലും ഞങ്ങൾ അതിന്റെ ആളുകളല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഇടപാട് ആരുമായിട്ടും ഇല്ല. ഈ കൂട്ടര് ആരാധിച്ചിരുന്നത് ജിന്നുകളെ ആയിരുന്നു എന്നാണ് തുടർന്ന് അവർ വ്യക്തമാക്കുന്നത്. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ,
ഇത് ഒന്നുകിൽ മലക്കുകൾ പറഞ്ഞതാവാം, അല്ലെങ്കിൽ അള്ളാഹു തന്നെ പറയുന്ന വിധത്തിലും ആയിട്ട് മനസ്സിലാക്കാം. എന്തായാലും ഞങ്ങള് ആരാധിക്കപ്പെടുന്ന ഒരു സംഗതി, അതിന് ഞങ്ങൾ ഒരിക്കലും അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ മാത്രമാണ് സുബ്ഹാൻ, അതേപോലെ നീ മാത്രമാണ് ഞങ്ങളുടെ വലിയ. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഞങ്ങൾക്ക് ദിവ്യത്വത്തിൽ എന്തെങ്കിലും പങ്കുള്ള വിധത്തില് ഞങ്ങളെ പൂജിക്കാനോ ആരാധിക്കാനോ ഞങ്ങളോട് പ്രാർത്ഥിക്കാനോ ഞങ്ങൾ ആർക്കും ഒരു അവസരവും നൽകിയിട്ടില്ല, ആരെയും പ്രേരിപ്പിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഇവരെ ആരാധിച്ചിരുന്നത് ഞങ്ങളെപ്പോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യരായ ജീവികളാണല്ലോ ജിന്നുകള്. ആ ജിന്നുകളെയായിരുന്നു ഇവര് ആരാധിച്ചിരുന്നത്. അവര് പേരിട്ട് വിളിച്ചിരുന്നത് മലക്കുകളുടെ പല പേരുകളുമായിരുന്നു. മക്കയിലും അന്ന് കഅബയില് ആരാധിക്കപ്പെട്ടിരുന്ന ചില വിഗ്രഹങ്ങള് ഈ മലക്കുകളെ അവരുടെ പേരുകൾ നൽകിക്കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ടുള്ള ആരാധനയൊക്കെ നിലനിന്നിരുന്നു അന്ന്. അപ്പോ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം ഇതാണ്, ബൽക്കാനു യഅ്ബുദൂനൽ ജിൻ, അവര് യഥാർത്ഥത്തില് ആരാധിച്ചുകൊണ്ടിരുന്നത് ജിന്നുകളിൽപ്പെട്ട ചിലരെയാണ്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിലേറെ പേരും ഈ ജിന്നുകളിൽ വിശ്വാസം ഉള്ളവരായിരുന്നു. ജിന്നുകളെ ദൈവങ്ങളായിട്ട് അല്ലെങ്കിൽ അവരെ മലക്കുകൾ എന്ന നിലക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചുകൊണ്ട് അവരെ ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് അവരെ ആരാധിക്കുന്നവരായിരുന്നു ഇവരിൽ അധിക പേരും. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ഫൽയൗമ ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫഅൻ വലാ ദർറ, എന്നാൽ ഇന്ന് ഈ മഹ്ശറിന്റെ നാളിൽ ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫഅൻ വലാ ദർറ, നിങ്ങളിൽ ആരും തന്നെ പരസ്പരം എന്തെങ്കിലും സഹായമോ ദ്രോഹമോ ചെയ്യാൻ ഒരു കഴിവും ഇല്ലാത്തവരാകുന്നു. ഈ മഹ്ശറിന്റെ നാളിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ ദിവസം നിങ്ങൾ പരസ്പരം യാതൊരു ഇടപാട്, മനുഷ്യർക്ക് ജിന്നുകളുമായിട്ടോ ജിന്നുകൾക്ക് മനുഷ്യരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപാട് നടത്തി പരസ്പരം പിന്തുണ നൽകുക, സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം വരുത്തി ഇതൊന്നും സാധിക്കുകയില്ല. ഫൽയൗമ ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫഅൻ വലാ ദർറ, ഒരു നഫ്ഉ ചെയ്യാനും ഒരു ദർറു ചെയ്യാനും ഇന്ന് നിങ്ങൾക്ക് പരസ്പരം സാധിക്കുകയില്ല. വനഖൂലു ലില്ലദീന ളലമു, അക്രമകാരികളോട് നാം പറയുക ഇങ്ങനെയാണ്, ദൂഖു അദാബൻ നാർ, നിങ്ങൾ നരക ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന, ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല, ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് പുലരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയാണല്ലോ നരകശിക്ഷ. പോയിട്ട് അത് അനുഭവിച്ചോളൂ, അത് ആസ്വദിച്ചോളൂ എന്നാണ് ഈ ലാലിമുകളോട് അള്ളാഹു ആ നാളിൽ പറയുക. അപ്പോ മഹ്ശറിന്റെ നാളിൽ ഈ ഭൗതിക ലോകത്ത് അവര് നടത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ചില സംഗതികളോ ഇടപാടുകളോ ഒക്കെ ഉണ്ട്, ജിന്നുകളൊക്കെ ആയിട്ട്, അതുപോലെയുള്ള ശയാത്തീന്മാരുമായിട്ടൊക്കെയുള്ള ചില ബന്ധങ്ങൾ. അത് അവര് സങ്കല്പിച്ചുകൊണ്ട്, അങ്ങനെ ബന്ധം സാധ്യമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചില ആരാധനകളും അതുപോലെ സഹായം തേടലും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ അങ്ങനെ യാതൊന്നും അവർക്ക് സാധ്യമല്ല. അവർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ചോദിക്കാനും പറയാനും ആവശ്യപ്പെടാനും ഒന്നും അവർക്ക് സാധിക്കുകയില്ല. പരസ്പരം എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അന്ന് അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ അന്ന് ഈ ലാലിമുകളോട്, ആരാണ് ഈ ലാലിമുകൾ? അള്ളാഹുവിന്റെ സ്ഥാനത്ത് മലക്കുകളിൽപ്പെട്ട അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട പലരെയും, ചില ശയാത്തീന്മാരായ ജിന്നുകളെ ദേവന്മാരും ദേവതകളും ഒക്കെ ആയി കണ്ടുകൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ. അതാണ് ഏറ്റവും വലിയ നുൽമായിട്ട് അള്ളാഹു പരാമർശിക്കുന്നത്. ഈ അക്രമികളോട് പറയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, അവര് ഇന്ന് വലിയ സവർണ മേലാള വർഗമൊക്കെ ആയിരിക്കും, സമൂഹത്തിലെ സുഖലോലുപന്മാരായിരിക്കും, ധാരാളം വിഭവങ്ങളും ഒക്കെ നൽകപ്പെട്ട സന്താനങ്ങളും ആൾബലും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ അന്ന് അവർക്ക് പരസ്പരം ഒരു സഹായവും പിന്തുണവും ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുകയില്ല. മറിച്ച് അവരോട് പറയപ്പെടുക ദൂഖു അദാബൻ നാർ, നിങ്ങൾ നരകശിക്ഷ ആസ്വദിച്ചോളൂ എന്നാണ്.
അല്ലത്തി കുന്തും ബിഹാ തുകസിബൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ അത്. ആ സംഗതി ഇന്നിതാ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു, നിങ്ങൾ അത് ആസ്വദിച്ചു കൊള്ളുക എന്നാണ് അവരോട് ആ മഹ്ശറിന്റെ നാളിൽ പറയപ്പെടുക. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ ഒരു ആയത്തില് വമാ നഹ്നു ബിമുഅദ്ദബീൻ എന്നൊരു 35-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ കാണാം. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരായിരിക്കുകയില്ല ഞങ്ങൾ ഒരിക്കലും തന്നെ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അതേ ആളുകള് അന്ത്യനാളിൽ, ഈ മഹ്ശറിന്റെ നാളിൽ അവരോട് അള്ളാഹു പറയുന്ന കാര്യം ഇതാണ്: ളൂഖു അദാബന്നാർ, ഭൗതിക ലോകത്ത് നിങ്ങൾ വരേണ്യ വർഗമൊക്കെ ആയിരുന്നിരിക്കും, വലിയ ജീവിത വിഭവങ്ങളൊക്കെ കൈവശം വെച്ചിരുന്ന ആളുകളാവും, വലിയ ആൾബലം ഉണ്ടായിരുന്നവരാവാം. പക്ഷെ ഇന്ന് അള്ളാഹു തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അന്ന് അള്ളാഹു ഇച്ഛിച്ച ചിലർക്ക് വിഭവങ്ങളൊക്കെ നൽകി, ആൾബലം നൽകി, ശക്തിയും കരുത്തും അധികാരവും രാഷ്ട്രീയ പിൻബലമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അള്ളാഹു അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നരകശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങളത് നിഷേധിച്ചു കൊണ്ടിരുന്നവരായിരുന്നല്ലോ, അത് യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു, നിങ്ങളത് ആസ്വദിച്ചു കൊള്ളുക എന്നാണ് അവരോട്, ഈ ളാലിമുകളോട് ആ ഘട്ടത്തില് പറയുക എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തു സബയിലെ 39 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായത്. ഈ കാര്യം ആരാധിക്കപ്പെട്ടിരുന്ന, അള്ളാഹു അല്ലാത്ത ആരാധനക്ക് വിധേയരായിരുന്ന എല്ലാവരും തന്നെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തില് ഇതുപോലെ ഇപ്പൊ മലക്കുകളോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യം അവരോടും ഉന്നയിക്കപ്പെടും എന്നത് വിശുദ്ധ ഖുർആൻ വേറെ ഒരിടത്തും പരാമർശിക്കുന്നത് കാണാം. അൻതും അദ്ലൽതും ഇബാദി ഹഉലാ എന്ന വിധത്തിലൊക്കെ ആ ചോദ്യം അവരുടെ നേരെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടിരുന്ന എല്ലാവരോടും ആ വിധത്തിലുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്ന, അവരതിൽ നിന്ന് അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ല ഇതൊന്നും ചെയ്യുകയുണ്ടായത് എന്ന വിധത്തില് അവരത് ഡിസോൺ ചെയ്തുകൊണ്ട് അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധരാവാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.